കൊല്ലം നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണന് വേണ്ടി തെരച്ചിൽ 9ാം ദിവസവും തുടരുകയാണ്. കടുത്ത പ്രതിഷേധത്തെ തുടർന്നാണ് തെരച്ചിൽ തുടരുന്നത്. തങ്ങൾ തെരച്ചിലിൽ പൂർണ്ണ തൃപ്തയല്ലെന്നും അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനായി ഹെലികോപ്റ്റർ തെരച്ചിൽ തുടരണമെന്നും ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ പ്രതികരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഗ്ദാനങ്ങളല്ല, ആത്മാർത്ഥമായ പ്രവർത്തനമാണ് നടത്തേണ്ടതെന്നും രേഷ്മ വ്യക്തമാക്കി. അതേസമയം നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറെ സ്ഥലം മാറ്റി. രാജ്കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മ വളരെ കൃത്യതയോടെ കാര്യങ്ങൾ ഇന്ന് രാവിലെ കൈരൾ ന്യൂസുമായി പങ്കുവച്ചിരുന്നു. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ ആ വാഗ്ദാനങ്ങളല്ല, അത് ചെയ്തു കാണിക്കലാണ് ഞങ്ങൾക്ക് ആവശ്യം. അത് നടപ്പാക്കണം. ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഏതോ ഒരു ഹെലികോപ്റ്റർ വന്ന് ഇവിടെ പരിശോധന നടത്തിപ്പോയി. പക്ഷേ ആ ഹെലികോപ്റ്റർ എന്ന് പറയുന്നതിന് ഫ്യൂവൽ കപ്പാസിറ്റി, ഇന്ധന ഇത് കുറവാണ്. അത് കൂടുതൽ സമയം സെർച്ച് നടത്താൻ അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഫ്യൂവൽ കപ്പാസിറ്റി കൂടിയ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് പരിശോധിച്ചാൽ മാത്രമേ മൃതശരീരം എവിടെങ്കിലും ഒഴുകിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിലത് ദൃശ്യമാവുകയുള്ളൂ. ഹെലികോപ്റ്റർ മാത്രമാണ് ഇപ്പോൾ ഫലപ്രദമായ ഒരു തെരച്ചിലെന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് ഇവർ രേഷ്മ പറഞ്ഞു. ഒപ്പം തന്നെ ഈ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ആണെങ്കിലും ഫിഷറീസിൻ്റെ ആണെങ്കിലും അവരുടെ ഇപ്പോഴത്തെ സെർച്ചിൽ താൻ പൂർണ്ണ സംതൃപ്തയല്ല. തനിക്ക് അത്രയും ഒരു തൃപ്തി ഇതുവരെ വന്നിട്ടില്ല. അതിൻ്റെ പരിശോധന വളരെ നേരത്തെ ആ ഗോൾഡൻ ഹവേഴ്സിൽ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഗൗതം കൃഷ്ണയുടെ മൃതശരീരം കണ്ടെത്താൻ കഴിയുമായിരുന്നു. ചിലപ്പോൾ ആ രക്ഷാപ്രവർത്തനം തന്നെ കൂടുതൽ ഫലപ്രദമായി ചെയ്യാൻ കഴിയുമായിരുന്നു. അക്കാര്യത്തിൽ അതൊരു കുറവ് തന്നെയാണ്. താൻ ആരെയും കുറ്റപ്പെടുത്താനില്ല, പക്ഷേ ഇനിയെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ ഉണരണമെന്നാണ് അവർ പറഞ്ഞത്. ഈ നിലവിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതുപോലെയുള്ള മത്സ്യത്തൊഴിലാളികളുള്ള സമീപനത്തിലാണ് മാറ്റം വരുത്തേണ്ടുന്നത്. പുറത്തൊരു അപകടം നടന്നാൽ കിട്ടുന്ന ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ മത്സ്യമേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. അതിലും മാറ്റം വരണം. റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ കൃത്യമായ ഒരു സർക്കാരിന് പ്ലാൻ ഉണ്ടാകണം. ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ കൂടി ആ ഒരു അമ്മ മകനെ മാത്രമല്ല അച്ഛനെയും ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വാക്കുകളാണ്. അവർ ഇത്രയേറെ വേദനയോടെ ഇരിക്കുമ്പോഴും അവർ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു. ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നീണ്ടകര പുലിമുട്ടിൽ നിന്ന് 2 കിലോമീറ്റർ മാറി, അതിൻ്റെ മാറിൻ്റെ കൃത്യമായ അളവ് നമുക്കറിയില്ലെങ്കിൽ 2 കിലോമീറ്ററോളം മാറി അവിടെയാണ് അപകടം സംഭവിച്ചത്. ആ അപകടം നടന്ന സമയത്ത് ആ ഒരു സ്പോട്ടിൽ വലയും മറ്റും അവിടെ ഉണ്ടായിരുന്നു. അതിനി അടിത്തട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. ഒപ്പം തന്നെ വല വലിച്ചുകൊണ്ട് ഈ ഏതെങ്കിലും തരത്തിൽ അടിയിലുണ്ടെങ്കിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമവും ഇവർ ഇപ്പോൾ അതുപോലെ ഈ കോസ്റ്റൽ പോലീസിൻ്റെയും മെറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെയും ഫിഷറീസിൻ്റെയും ഉദ്യോഗസ്ഥർ, സ്കൂബ ഡൈവേഴ്സ്, അതുപോലെ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള 2-3 ടീമായി നിന്നാണ് ആ പരിശോധനയൊക്കെ ഇപ്പോൾ നടത്തുന്നത്. ഇത് ഒരു അമ്മയ്ക്ക് തൻ്റെ മകനെ കാണാനില്ല, കണ്ടെത്തി തരണമെന്ന് ആവശ്യപ്പെട്ട് കാണാതായി 6ാമത്തെ ദിവസം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചപ്പോൾ മാത്രമാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ മുഴുവനും ഉണർന്ന് പ്രവർത്തിച്ചത്. അതിനു മുമ്പ് ഇങ്ങനെ ഒരു തെരച്ചിൽ നടത്തിയിരുന്നില്ല. ഇപ്പോൾ ഡ്രോൺ പരിശോധന തീരത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ടെട്രാപോഡുകൾക്ക് ഇടയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കടൽ ഭിത്തികൾക്ക് എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പരിശോധന വളരെ ക്ലോസ് ആയിട്ട് ഡ്രോൺ ഉപയോഗിച്ചും സമാന്തരമായി തന്നെ ആ പരിശോധന ഇപ്പോൾ തുടരുന്നു. കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു മിനി ഷിപ്പും ഒപ്പം തന്നെ ഹെലികോപ്റ്റർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ പരിശോധനയും ഇന്ന് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രേഷ്മ രാവിലെ ഇതുവരെ മറ്റ് ഫിഷറീസ് മന്ത്രിയെക്കുറിച്ച് ഇതുപോലെ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി അവർക്കുണ്ട്. അദ്ദേഹവും കൂടി കൊല്ലം ജില്ലയിലേക്ക് വന്ന് ഇതിൻ്റെ ഏകോപനത്തിന് നേതൃത്വം ഏറ്റെടുക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ഉള്ള ഒരു മന്ത്രിയല്ല തങ്ങൾക്ക് ആവശ്യമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇക്കാര്യത്തിലുള്ള അവരുടെ ഒരു ആക്ഷേപം. എന്തായാലും ഈ തെരച്ചിൽ ഇനിയും എന്നുവരെ ഈ തെരച്ചിൽ നടത്തണമെന്നുള്ള കാര്യത്തിൽ സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്തായാലും തെരച്ചിൽ ഇനിയും തുടരാനാണ് സാധ്യത. ഇനി നാളെയുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ ഇപ്പോൾ മഴ പെയ്യുകയാണ്. ചെറിയ തോതിലുള്ള കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ വേലിയേറ്റ സമയം കൂടിയാണ്. തീരത്തേക്ക് ശക്തമായ തിരമാലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ പാറയിടുക്കുകളിൽ ഈ ഏതെങ്കിലും തരത്തിൽ മൃതശരീരം കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളത് കടൽ ജലം കൂടുന്നതിനാൽ കണ്ടെത്താനും പ്രയാസകരമാണ്. ഉച്ച കഴിഞ്ഞ് ഒരുപക്ഷെ വീണ്ടും പരിശോധന നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും ഇതിൽ അത് ഒപ്പം തന്നെ ഈ രേഷ്മയോട് മോശമായി സംസാരിച്ച ഇത് നിങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങളെങ്ങനെ ഇത് നിങ്ങൾ ഇപ്പോഴല്ലേ ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് സെർച്ചുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഒരു ഫിഷറീസ് ഉദ്യോഗസ്ഥ മറുപടി പറഞ്ഞു. ആ മറുപടിയിലാണ് ആ ഫിഷറീസ് ഉദ്യോഗസ്ഥയുടെ മറുപടി ശരിയായില്ല, അത് സർക്കാർ നയമനുസരിച്ചല്ല എന്ന് ഇന്നലെ മന്ത്രി ഷിബു ബേബി ജോൺ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഫിഷറീസിൻ്റെ വകുപ്പ് ഈ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറിനെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്.